അറിവുകളാവണം. സംഘമാവണമെൻ്റെ ജീവിതമെന്തു ധന്യമിതിൽ പരം. 1981 ജൂലൈ 20 വിദ്യാർത്ഥി സംഘടന മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് SFI ഇന്ന് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ഈ അടുത്തിടയ്ക്ക് വന്ന വാർത്തകളിലൂടെ നമുക്ക് സുപരിചിതവുമാണ്. സിദ്ധാർത്ഥന്റെ മരണമായാലും ക്യാമ്പസിൽ കയറി കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ്. ദുർഗാദാസിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു താലൂക്കിലെ പ്രചാരമായി പോയി 2-3 കൊല്ലത്തോടെ പ്രവർത്തിച്ച സമയത്ത് അവിടുത്തെ സർവ്വസാധാരണ ജനങ്ങളുടെ ഉള്ളിൽ പോലും അദ്ദേഹത്തിന് ഒരു സ്ഥാനം ലഭിച്ചിരുന്നതാണ്. ഇന്നും ആ ഒരു മേഖലയിലേക്ക് പോയാൽ പഴയകാല സ്വയം സേവകരുടെ വീട്ടിൽ ദുർഗാദാസിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കാണാൻ പറ്റും. പല കുട്ടികൾക്കും ദുർഗാദാസ് എന്നാണ് ആ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇന്നും അവരുടെ ജനജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രചാരകനാണ് അദ്ദേഹം എന്ന് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് കിളിമാനൂരിൽ അധികകാലം ഉണ്ടായിരുന്നെങ്കിലും വലിയ തോതിൽ സ്വയം സേവകരുടെ സംഘടനകളുടെ സ്വാധീനം ചെലുത്താൻ പറ്റിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ഒരു ജനസ്വാധീന സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് സംഘത്തിന്റെ ആശയം വളരെ കൃത്യമായിട്ട് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധ്യമാകണമെന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ 2 കാര്യങ്ങൾ മാത്രം. ഇതൊരു ശതാബ്ദി കാലഘട്ടത്തിലെ സംഘം മുന്നോട്ട് വയ്ക്കുന്ന സർവ്വജാനികമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പഞ്ചപരിവർത്തനം എന്നതാണ്. പഞ്ചപരിവർത്തനത്തിലെ 5 കാര്യങ്ങളും ആ 5 കാര്യങ്ങളിൽ 2 കാര്യത്തെക്കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിച്ച് ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. അതിലെ ഒന്നാമത്തത് പൗരധർമ്മം എന്നതാണ്. ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു നാടാണ്. 144 കോടി ജനങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. ചൈന 142 സംതിങ് ഉള്ളൂ ജനസംഖ്യ. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ജനസംഖ്യയെ അതിലെ ഓരോ വ്യക്തിയെയും നമ്മൾ പൗരബോധമുള്ളവനാക്കി മാറ്റണം എന്നാണ്. എന്താണ് ഈ പൗരബോധത്തിന്റെ അടിസ്ഥാനം എന്ന് നോക്കിയാൽ നമുക്കറിയാം ഈ ലോകത്തിൽ ചെന്ന് അറിയിക്കുന്നത് നമുക്കറിയാം. മുതിർന്നുള്ള പ്രചാരക സ്റ്റേഡിയോട്ടും അതേപോലെ അങ്ങാടിപ്പുറത്ത് നമ്മുടെ മുതിർന്ന സ്വയം സേവകനായിരുന്നു CP ജനാർദ്ദനൻ എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയി. ഈ 2 പേരും കൂടിയാണ് ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ആ ഒരു കോവിലകത്തേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഒരു ഉമറപ്പ് തന്നെ ആ ഒരു ചായ കസേരയിൽ അങ്ങനെ ചായ കിടക്കുന്ന കസേരയിൽ അദ്ദേഹം അങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സമയം ഉറങ്ങിയിട്ടില്ല. അവര് കുറെ നേരങ്ങൾ അവിടെ നിന്നു എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച്. ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ സേതുവാണ് എന്നെല്ലാം പറഞ്ഞ് എന്താണ് കാര്യമെന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ഭരതേട്ടനകത്ത് മുൻകൂട്ടി അറിയുന്നത് പോലെ. കാരണം ഒരു വഴിക്ക് പറ്റി എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് തന്നെ നമ്മുടെ കണ്ണൂരിലൊക്കെ എത്ര സ്വയം സേവകരും നമുക്ക് നഷ്ടപ്പെട്ടതാണ്. ഒരാളായിട്ട് എൻ്റെ മകനും എന്ന് കൂട്ടിപ്പോവാം എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം പ്രതികരിക്കുകയാണ്. പറയുന്നത് അദ്ദേഹം ഒരു സ്വപ്നം വന്ന് രാത്രി കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ഉണർത്ത് വന്നിരുന്നത്. കാരണം എന്തോ ഒരു അപകടം പറ്റിയത് അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടായത് പുറത്തു വന്നിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ രക്തബന്ധമുള്ള ആളുകൾക്ക് എത്ര ദൂരെയാണെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഉള്ളിലെ കടച്ചിലുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്നതാണ്. ഇപ്പോൾ അടുത്തന്നെ നമ്മളവിടെ ഒരു മിലിറ്ററി ജവാൻ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു ജവാന്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ആ ഒരു അച്ഛന് ആ ഒരു അപകടം പറ്റുന്ന പറഞ്ഞതുപോലെ 1981 43 വർഷങ്ങൾക്ക് മുൻപ് വലിയ കൊട്ടാര സദൃശമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരു സമയത്ത് വലിയ രാജാധികാരം പോലെ ഉണ്ടായിരുന്ന ആ കോവിലകത്ത് നിന്നും അതെല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരുടെ ആശയങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകരായി നമ്മുടെ നാട്ടിലെത്തിയ ദുർഗാദാസ് സേവനമനുഷ്ഠിച്ചെടുത്ത അദ്ദേഹം താൽക്കാലികമായിട്ട് ലീവ് എടുക്കുകയും ചടയമംഗലം നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ
റബ്ബർ കർഷകരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികൾ അവലംബിച്ച് കർഷകർക്ക് മികച്ച വരുമാനം നൽകുന്നതിന് ശ്രമിക്കുകയും ഇതിലൂടെ ദേശീയ ശ്രദ്ധ നേടിയെടുക്കുന്നതിനും ശ്രീ ഗോപകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്വയം സേവകൻ കൂടിയായിട്ടുള്ള ശ്രീ ഗോപകുമാറിനെ നമ്മുടെ പ്രവർത്തനമാണ്. അപ്പോൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും വിശിഷ്യ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ചെറുപ്പക്കാരായിട്ടുള്ള ഒത്തിരി പേര് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ചെറുപ്പക്കാരാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ സമ്പത്ത്. അവരുടെ ആരോഗ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർ മുന്നോട്ട് വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം അടുത്ത കാലത്തായിട്ട് ഞാനൊരു ലഹരിക്ക് അടിമപ്പെട്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായതുകൊണ്ട് പറയുകയാണ്, സ്വകാര്യമായി പറയുകയാണ്, ഈ അടുത്ത കാലത്തായിട്ട് വരുന്നത് കൂടുതൽ കുട്ടികളായിട്ടുള്ളവരാണ്. അവർ കുട്ടികൾ ഒരു അടുത്ത കാലത്ത് ആൺകുട്ടികൾ മാത്രമല്ല. അധ്യക്ഷത വഹിക്കാനും എത്തിയിരുന്നെങ്കിലും ശാരീരിക അസ്വസ്ഥത മൂലം ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയി ശ്രീ ആൽക്കന്നൂർ രാജേഷ് സാറിന് ദുർഗാദാസ് സാംസ്കാരിക സമിതിയുടെ പേരിൽ നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ സജീവ് അവറുകൾക്ക്, ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പി ഉണ്ണികൃഷ്ണൻ അവറുകൾക്കും, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ബി എസ് പ്രദീപ് കുമാർ അവറുകൾക്കും, ഈ യോഗത്തിന് സ്വാഗതം അർപ്പിച്ച എസ് ശിവകാൽ അവറുകൾക്കും, ദുർഗാദാസ് സാംസ്കാരിക സമിതി സംയോജകരായ എം എൽ അനന്തുവിനും, ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും ദുർഗാദാസ് സാംസ്കാരിക സമിതിയുടെ പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. വേണുഗോപാൽ ജി.